ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രൈഡൽ ബൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൽ പേസ്റ്റൽ കളേഴ്സിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ബ്രൈഡ്സും ചൂസ് ചെയ്യണ ഒരു ബൊക്കെയാണിത്. അപ്പോൾ വലിച്ചു നീട്ടി ലാഗാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലൊക്കെ അടക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് നമുക്ക് ഇതുപോലത്തെ ഒരു ബൊക്കെ ഹോൾഡറാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് എന്തോ മൈക്കെന്നാ അങ്ങനെ തൊട്ടാണ്, ചെറിയ റേറ്റ് ഉള്ളൂ ഇതിന്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ പേസ്റ്റൽ ഫ്ലവേഴ്സാണ്. ഞാൻ അവിടെ വന്നിട്ട് ഒരു 5-4 ബഞ്ച് ഫ്ലവേഴ്സാണ് മേടിച്ചേക്കുന്നത്. അതിനും ചെറിയ ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. 80 ഉണ്ട്, 180, അല്ല സോറി 120, 100 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. ശേഷം ഓരോ ഫ്ലവേഴ്സ് നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഓരോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഫ്ലവർ ബൊക്കെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചിരുന്നില്ലേ, ഒരു പച്ച ഒരു ഒയാസിസ് പറഞ്ഞിട്ടുള്ള ഒരു ഇത് സ്പോഞ്ച് പോലത്തെ, അതാണ് ഇത്. നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ആയിട്ടാണ് വരിക. നമ്മളിത് മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയൊന്നും വേണ്ട, ചെറിയ പ്രൈസ് ഉള്ളൂ ഇതിന് വന്നിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഹോളും ഫില്ല് ചെയ്യുന്ന ടൈപ്പിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഫ്ലവേഴ്സും വെക്കാം. പിന്നെ ചിലവർ ഈ ഫ്ലവേഴ്സിൻ്റെ അടിയിൽ തന്നെ ചെറിയ ടൂത്ത് പിക്ക് ഉണ്ടാവില്ല, അത് ആദ്യം ഒന്ന് ഇൻസേർട്ട് ചെയ്യും. ശേഷം അതിൻ്റെ അറ്റത്താണ് ഇവർ എന്താ പറയുക, ഈ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉറപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്ത വർക്കാണ്, അതിൻ്റെ ഫ്രണ്ടിന് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്കിതാ എല്ലാ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിലാവും കിട്ടുന്നുണ്ടാവുക. നമ്മളെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ ആ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം, നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇന്ന ഫ്ലവേഴ്സ് വെക്കണമെന്നൊന്നുമില്ല, എങ്ങനെ വെച്ചെങ്കിൽ വൃത്തിക്ക് വരുന്ന വെച്ചെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ കുറച്ചും കൂടിയും ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ചെറിയ ഒരു ഫ്ലവറാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് വന്നിട്ട് ഒരു ബഞ്ചിന് 30 റുപ്പീസ് അങ്ങനെയുള്ളൂ. അത് ഞാൻ വൈറ്റും പിങ്കുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് കണ്ടപ്പോൾ അത് കുറച്ച് ഭംഗി തോന്നിയത്, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു. ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു കമ്പി പോലത്തെയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കാനും നല്ല സുഖമാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഇതൊന്ന് മടക്കുക, ചെറുതായിട്ട് അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് കുറച്ചും കൂടിയും സെക്യൂറായിട്ട് നിൽക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നീളം കൂടിയതല്ലേ, നീളം കൂടിയതായതുകൊണ്ട് ഇത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ലപോലെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക, അങ്ങനെ എല്ലാതും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് എത്ര ഫ്ലവേഴ്സ് വെക്കണം, അല്ല ഐ മീൻ എത്ര ഇത് ഈ സാധനം വെക്കണം വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെക്കുക. എങ്ങനെ വൃത്തി വരച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. എല്ലാതും നമ്മൾ വൃത്തിക്കനുസരിച്ച് ചെയ്യുക. കുറേ കണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അത്ര കണ്ട് ബോറാക്കല്ലേ വേണ്ടി. ഈ ഓരോ 2-3 ഫ്ലവറിൻ്റെ ഇടയിൽ, അതുപോലെ 2 ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളനുസരിച്ചിട്ട് ചെയ്യുക. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ പിടിക്കണ ഹാൻഡിലില്ലേ, നമ്മൾ ഹോൾഡ് ചെയ്യണ ഹാൻഡിൽ, അതുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ലേസ് ചുറ്റി കൊടുക്കാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യം ഒന്ന് ചുറ്റിയിട്ടൊന്ന് നോക്കി നോക്കുക എത്ര ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നൊരു ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ചുറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളത് സെക്യൂർ ചെയ്യാൻ വേണ്ടത്. ഒക്കെ നമ്മൾ ഗ്ലൂ ഗൺ ആട്ടോ യൂസ് ചെയ്യണം. കാരണം എന്താ വെച്ചെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണം. ഈ ഒരു ലേസിന് വന്നിട്ട് ചെറിയ പ്രൈസ് ഉള്ളൂ, 50 45 അത്രട്ട റേറ്റ് വരുന്നുള്ളൂ. ഫൈനലി നമ്മൾ ബൊക്കെ കുറച്ചും കൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്, ഈ ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഒരു വൈറ്റ് പേഴ്സ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചില്ല, രണ്ടാമത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആ വീഡിയോ എടുക്കാനും ഞാൻ വിട്ടുപോയി, കാരണം നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിക്കുറവ് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും റേറ്റ് കുറവിലും അതുപോലെ നമ്മുടെ ഒരു ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.